ഓക്കെ, നമുക്ക് വിൻസ് ഫ്ലാപ്പിംഗ് സംവെയർ ജി ശങ്കരപിള്ളയുടെ ഡ്രാമ നോക്കാം. നമ്മൾ മൂന്നാമത്തെ ഡ്രാമയാണിത് കേട്ടോ, ലാസ്റ്റ് ആൻഡ് മൂന്നാമത്തെ ഡ്രാമ. ആ, സംഭവം നല്ല നല്ല രസമുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. ആ, വിൻസ് ഫ്ലാപ്പിംഗ് സംവെയർ. ആദ്യം നമുക്ക് ജി ശങ്കരപിള്ളയെ കുറിച്ച് നോക്കാം. ജി ശങ്കരപിള്ള എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പ്ലേ റൈറ്റ് ആണ്, ക്രിട്ടിക്കാണ്, ഡയറക്ടറാണ്, ആൻഡ് ഹു ഹാസ് ബിക്കം വൺ ഓഫ് ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ആൻഡ് ടവറിംഗ് പേഴ്സണാലിറ്റീസ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് തിയേറ്റർ സീൻ. ഇയാളുടെ ഒരു സാധനമാണ് നാടകകരളി കരളി അല്ല കളരി നാടക കളരി മൂവ്മെൻറ്റ്. ഇയാൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇൻ 1967. അത് ഒത്തിരി നല്ല ബെസ്റ്റ് തിയേറ്റർ പ്രാക്ടീഷണേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നുണ്ട്. ഇയാളുടെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് റെയിൽ പാളങ്ങളാണ്. അതിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. പിന്നെ സംഗീത് നാടക് അക്കാദമി അവാർഡ് ഫോർ തിയേറ്റർ പ്ലേയിങ്ങും കിട്ടിയിട്ടുണ്ട് ഇൻ 1979. ഓക്കെ, പിന്നെ ഇയാൾ ജനിക്കുന്നതൊക്കെ കൊല്ലം അല്ലല്ലോ, ചിറയൻകീഴ് താലൂക്ക്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ്. അച്ഛനമ്മയുടെയൊക്കെ കാര്യം പറയുന്നുണ്ട്, അത് നമുക്ക് വേണ്ട. പിന്നെ പഠിക്കുന്നതൊക്കെ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് സ്കൂളിംഗ് ഫ്രം കൊല്ലം, ചിറയൻകീഴ്, ആറ്റിങ്ങൽ ആൻഡ് ട്രിവാൻഡ്രം BA എടുക്കുന്നുണ്ട് മലയാളം ലിറ്ററേച്ചറിൽ. അങ്ങനെ ഫസ്റ്റ് റാങ്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നീട് ലെക്ചററായിട്ട് കോളേജിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പത്തനംതിട്ടയിൽ 2 വർഷം ലെക്ചററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബിഫോർ ജോയിനിങ് ദ കേരള സാഹിത്യ അക്കാദമി ഫോർ റിസർച്ച് ഇൻ കേരള ഫോക്ക് മ്യൂസിക്കിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം പിന്നീട് DB കോളേജ് ശാസ്താംകോട്ടയിൽ പഠിപ്പിക്കുന്നു. ഹി ഇനിഷ്യേറ്റഡ് ദ നാടക കളരി മൂവ്മെൻറ്റ് ഇൻ 1967. And by organizing the first of its kind, the professor was instrumental in setting up School of Drama in Thrissur and under the University of Calicut. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് ഇയാളുടെ നോട്ടബിൾ വർക്ക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയാൾ എഴുതുന്ന വർക്ക് എന്ന് പറയുന്ന ഒരു 1 act പ്ലേ ആണ്. സ്നേഹദൂതം എന്നാണ് അതിൻ്റെ പേര്. സ്നേഹദൂതൻ, മെസഞ്ചർ ഓഫ് ലവ്, പബ്ലിഷ്ഡ് ഇൻ 1593. പിന്നെ വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, വേറെ മേജർ വർക്ക്സ് ആണ്. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, രക്ഷാപുരുഷൻ, ബന്ദി ഓർ ഹോസ്റ്റേജ്, തമ്പി തിരുമ്പി വന്നിട്ടേൻ തമ്പി, ദ ബ്രദർ ഹൂ റിട്ടേൺഡ്. പിന്നെ ഏതാണ്, ശരശയ്യം, ബെഡ് ഓഫ് ആരോ. പിന്നെന്താ, പേ പിടിച്ച ലോകം. ഇതിൽ കുറച്ചൊക്കെ കാണാതെ പിടിച്ച് വെക്കണം കേട്ടോ. നിഴൽ നമുക്ക് പറ്റും. പിന്നെ നിധിയും നീതിയും അത് പറ്റും. റെയിൽ പാളങ്ങൾ, ഇയാൾക്ക് കേരള സാഹിത്യ അക്കാദമി കിട്ടുന്നത് ഇതിനാണ്. അപ്പോൾ റെയിൽ പാളങ്ങളുണ്ട്. പിന്നെ ഏതാ, പൊന്നുംകുടം, അത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. എ ഗ്രൂപ്പ് ഓഫ് ആൻസ്, ഉറുമ്പും കൂട്ടങ്ങൾ, ഒരു കൂട്ടം ഉറുമ്പുകൾ, അത് നോക്കാം. പിന്നെ ചിത്രശലഭങ്ങൾ, അതൊക്കെ പ്രശ്നമില്ലല്ലോ. ഇതൊക്കെയാണ് ഇയാളുടെ മേജർ ആയിട്ടുള്ള നോട്ടബിൾ വർക്ക്സ്. ഓക്കെ, നമുക്ക് വിൻസ് ഫ്ലാപ്പിംഗ് സംവെയറിലെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിക്രിയേഷനാണ്. നമ്മളുടെ മഹാഭാരതത്തിൽ കുന്തി ഉണ്ടല്ലോ, കുന്തി ദേവിയുടെ പെർസ്പെക്റ്റീവിൽ മഹാഭാരതം പറയുന്നതായിട്ടല്ല, കുന്തി ദേവിയുടെ കഥ പറയുന്ന പോലെയാണ് ഈ ഒരു ഡ്രാമ നമുക്ക് പോകുന്നത്. പിന്നെ ഡ്രാമ ഇതൊരു മോണലോഗാണ്. ഒറ്റ ആക്ടർ മാത്രമേ ഉള്ളൂ, ആക്ട്രസ് മാത്രമേ ഉള്ളൂ. കുന്തിയുടെ മോണലോഗാണ് കംപ്ലീറ്റ്, ഫുൾ പറയുന്നത് കുന്തിനെ കുറിച്ച് തന്നെ. പിന്നെ നമുക്ക് ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട് വൈസോ സീൻ വൈസോ ഒന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. പകരം കർട്ടൻ റൈസ് ചെയ്യാനും താക്കാനും ഒക്കെ വേണ്ടിയിട്ട് 3 പേര് നിൽക്കുന്നുണ്ട്. അവരുടെ പേരാണ് ഇവിടെ പറയുന്നുണ്ടല്ലോ. പാരിപാർശ്വികർ കേട്ടോ. ഇവരാണ് ഈ കേർട്ടൻ മാറ്റിയും തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇൻഡിക്കേഷൻ, സീനിൻ്റെ ആക്ട് മാറുക, സീൻ മാറുക എന്നുള്ളൊരു ഇൻഡിക്കേഷൻ അതിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്താ, ഇനി നമുക്ക് കഥയിലോട്ട് പോവാം. ഇതാണ് ഒരു ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. നല്ല രസമാണ്, ഇതിൻ്റെ സെറ്റിംഗ് ഒക്കെ നല്ല രസമാണ്. നമുക്ക് വായിച്ചു പോവാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിലെ പോലെ തന്നെ പോവാം. The play Wind Flapping Somewhere showcases Kundi as a central character narrating the story of her life from a female perspective, where the episode with Karna is intercepted with compassion.
Kunti sadly reflects on the hidden pains of a helpless mother and details the conflict that drove her to certain decisions in life. The title of the play is symbolic as it indicates the cruel fate suffered by Karna. The play ഏതോ ചിറകടി ഒച്ചകൾ വാസ് ഒറിജിനലി ടൈറ്റിൽഡ് അഗ്നിരഥി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്ന അഗ്നിരഥിയാണ്. ഏതോ ചിറകൊടി ഒച്ചകൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സിംബോളിക് ആണ്. ഈ ഒരു പേര് സിംബോളിക് ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ക്രൂവൽ ഫെയ്ത്ത് സഫേർഡ് ബൈ കർണ. കർണൻ അനുഭവിച്ച ഫെയ്ത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ആൻഡ് ഓൾസോ കുന്തിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുമ്പോൾ നമുക്കൊരു അമ്മയുടെ ഒരു ഒരു ഹെൽപ്ലെസ്നെസ്, ഒരു ഹെൽപ്ലെസ് മദറിൻ്റെ വേദനയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഡ്രാമയാണിത്. അപ്പം ഇനി അതിന് മുന്നേ ഞാൻ ഇനി കഥ പറയാം. നമ്മളുടെ കുന്തിയുടെ കഥയും കർണൻ്റെ കഥയും പറയാം. ഓക്കെ, കുന്തി ദേവി എന്ന് പറയുന്നത് ഇത്ര വലിയ ഉള്ളുണ്ട്, അത് വേറൊന്നും ഇല്ലല്ലോ, ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. സിംഗിൾ ക്യാരക്ടറേ ഉള്ളൂ. പിന്നെ കർണൻ്റെ കാര്യം പറയുന്നുണ്ട്. Kunti sadly reflects the hidden pain of a helpless mother and details the conflict that drove her to certain decisions. അപ്പം അങ്ങനെ ഒരു അമ്മയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി എങ്ങനെ ചെയ്യേണ്ട കാര്യമാണെന്ന് നമുക്ക് നോക്കാം. മഹാഭാരതത്തിലെ കുന്തി എന്ന് പറയുന്ന ഡോട്ടർ ഓഫ് ഏതായിരുന്നു, ശൂരസേനയുടെ പുത്രിയാണ് കുന്തി. പക്ഷേ ശൂരസേനൻ അയാളുടെ കസൻ ആയിട്ടുള്ള കുന്തി ബോജയ്ക്ക് കൊച്ചിനെ വളർത്താൻ കൊടുക്കുന്നുണ്ട്, അതായത് കുന്തിനെ വളർത്താൻ കൊടുക്കുന്നുണ്ട്. അവർ ചൈൽഡ്ലെസ് ആണ്. അപ്പം കുന്തിനെ വളർത്താൻ കൊടുക്കുന്നു. അങ്ങനെയാണ് കുന്തിക്ക് കുന്തി എന്നുള്ളൊരു പേര് കിട്ടുന്നത്. കുന്തിയുടെ യഥാർത്ഥ പേര് പൃഥ എന്നാണ് കേട്ടോ, പൃഥ. അപ്പം അങ്ങനെ കുന്തി ബോജാക്ക് വളർത്താൻ കൊടുക്കുന്നു. അങ്ങനെ അവിടുത്തെ അവരുടെ കിങ്ഡത്തിൽ ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻ്റലിജൻറ്റ് ഗേളായിട്ട് ഇങ്ങനെ നമ്മളുടെ കുന്തി വളരുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ കുന്തി ബോജയിൽ നമ്മളുടെ സേജ് ദുർവാസ വരുന്നുണ്ട്. ഇയാളാണ് എല്ലാത്തിനും കാരണം. ദുർവാസ വന്നിട്ട് അവിടുത്തെ കൊട്ടാരം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ്, കുന്തി ബോജ. അപ്പോഴത്തേക്കും ദുർവാസ ഇവളുടെ ആറ്റിറ്റ്യൂഡിലും ഇവളുടെ ആ ഒരു പ്ലീസിങ് ബിഹേവിയറിലൊക്കെ ആകെ ഹി വാസ് പ്ലീസ്ഡ് ബൈ ഓൾ ദ കംഫർട്ട്സ്, പേഷ്യൻസ് ആൻഡ് ഡിവോഷൻ ഓഫേർഡ് ബൈ കുന്തി. ദുർവാസാവ് ഒരു ഗിഫ്റ്റ് എന്നുള്ളൊരു നിലയിൽ ഒരു മന്ത്രം പഠിപ്പിച്ചു കൊടുക്കും. ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മന്ത്രം ഏതൊരു ഗോഡിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും, എന്നിട്ട് ആ ഗോഡിൽ കൺസീവ് ചെയ്യാൻ പറ്റും, കുട്ടി ഉണ്ടാവാൻ പറ്റും. അതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത. He offered her a mantra that would invoke any god of her choice and he would bless her with children. സോ അങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി, അവൾ ഭയങ്കര യങ് ആണ് ആ ഒരു ടൈമിൽ. അപ്പോൾ അതിൻ്റെ ക്യൂരിയോസിറ്റി ഒക്കെ കാരണം കുന്തി ഇൻവോക്സ് ദ ഗോഡ് സൂര്യദേവനെ ഇൻവോക്ക് ചെയ്യുന്നു. ആൻഡ് ബൗണ്ട് വിത്ത് ദ പവർ ഓഫ് മന്ത്ര സൂര്യ ബിഗോട്ട് എ ചൈൽഡ് ആൻഡ് റീസ്റ്റോഴ്സ് ഹർ വെർജിനിറ്റി. അങ്ങനെ സൂര്യയിൽ നമ്മളുടെ കുന്തി ദേവിക്ക് ഒരു പുത്രൻ ജനിക്കുന്നു. പൃഥ ഹിഡ് ഹർ പ്രഗ്നൻസി. അങ്ങനെ സംഭവങ്ങൾ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എംബാരസ്ഡ് ആയിരുന്നു. ലൈക്ക് പുറം ലോകത്തിനോട് എന്ത് പറയും, ഫാമിലിയുടെ അടുത്ത് എന്ത് പറയും, ഇങ്ങനെ കൺസീവ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്നൊക്കെ പേടിച്ചിട്ട് ലൈക്ക് ഷീ കൺസീൽസ് ഹർ പ്രഗ്നൻസി. അങ്ങനെ എന്തായാലും കർണൻ ജനിക്കുന്നു. ആരോടും പറയണില്ല, കർണൻ ജനിക്കുന്നു. അങ്ങനെ ഉണ്ടാവുന്ന മകനാണ് കർണൻ. ഓക്കെ, കുന്തിക്കും സൂര്യദേവനും ഉണ്ടാവുന്ന പുത്രനാണ് കർണൻ. കർണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ബോത്ത് പാരൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഇയറിങ്സ് ഉണ്ട്, ബ്രസ്റ്റ് പ്ലേറ്റ് ആമർ ഉണ്ട് അച്ഛനെ പോലെ, ആൻഡ് ഫീറ്റ് ലുക്ക് ലൈക്ക് ഹിസ് മദർ. ദ ഇയറിങ്സ് ആൻഡ് ബ്രസ്റ്റ് പ്ലേറ്റ് മേക്ക് ഹിം ഇമ്മോർട്ടൽ ലൈക്ക് ദ ഗോഡ്, ഇൻവിൻസിബിൾ ബിഫോർ എനി ഗോഡ്, ഹ്യൂമൻ ഓർ ഡീമൻ. ആർക്കും നമ്മളുടെ കർണനെ തോപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ പൃഥ എന്ത് ചെയ്യുന്നു, ഷീ വാസ് കൺഫ്യൂസ്ഡ് ആൻഡ് അഷെയിംഡ്. പൃഥ എന്ന് പറയുന്നത് നമ്മളുടെ കുന്തി. worried that what everyone will think about her, she will embarrass her family. അങ്ങനെയൊക്കെ ഉള്ള ചിന്ത കാരണം എന്ത് ചെയ്യുന്നു, ഈ കുട്ടീനെ ഉപേക്ഷിക്കാനായിട്ട് പോകുന്നു. ആദ്യം കൊല്ലാമെന്നാണ് വിചാരിക്കുന്നത്, നദിയിൽ എറിഞ്ഞ് കൊല്ലാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഉള്ളിലുള്ള ആ ഒരു മദർലി അഫെക്ഷൻ, അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുട്ടീനെ കൊല്ലേണ്ട കാര്യമില്ല എന്ന് ആലോചിച്ചിട്ട് ആ നദീതീരത്ത് കളയാനായിട്ട് വരുമ്പോഴത്തേക്കും, ആ നദിയുടെ പേരാണ് അശ്വനദി. ഓക്കെ, അശ്വനദി ബൈ ദ പാലസിൻ്റെ അടുത്ത് തന്നെ ഉള്ള നദിയാണ്. അങ്ങനെ നദീതീരത്തിലേക്ക് കളയാനായിട്ട് വരുമ്പോഴത്തേക്കും ഒരു മദർലി ഇൻസ്റ്റൻ്റ് എല്ലാം ഇങ്ങനെ ഉള്ളിൽ വരുന്നു. അങ്ങനെ കുട്ടീനെ വെറുതെ കൊല്ലണ്ടെന്ന് വിചാരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാസ്ക്കറ്റിൽ കൊച്ചിനെ ആക്കിയിട്ട് വെള്ളത്തിൽ ഒഴുക്കി കളയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഒഴുക്കി കളയുമ്പോഴത്തേക്കും നമ്മളുടെ പാവം കർണനെ ഏറ്റെടുക്കുന്നവരാണ്
എവിടെ പോയി? രാധ ആൻഡ് അധിഷ്ഠിര, സോറി, അതിരഥ. ഓ എൻ്റെ അമ്മോ, രാധയും അതിരഥയും കേട്ടോ. അധിരഥ. ഓക്കെ. രാധയും അതിരഥയും നമ്മുടെ കർണനെ ഏറ്റെടുത്ത് അവർ വളർത്തുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ അതിരഥൻ എന്ന് പറയുന്നത് നമ്മളുടെ ധൃതരാഷ്ട്രം ഉണ്ടല്ലോ, ധൃതരാഷ്ട്രന്റെ ചാരിയറ്റ് ഡ്രൈവർ എങ്ങാണ്ടാണ് അല്ലേ? ചാരിയറ്ററും ചാരിയറ്റ് ഡ്രൈവർ അല്ല, ചാരിയറ്ററും ആൻഡ് എ പോയറ്റ് പ്രൊഫഷൻ വർക്കിംഗ് ഫോർ ദ കിങ് ധൃതരാഷ്ട്രമാണ് നമ്മളുടെ അതിരഥ. അങ്ങനെ എന്തായാലും കർണനെ അവർ ഏറ്റെടുത്ത് വളർത്തുന്നുണ്ട്. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും കുന്തി ഗെറ്റ്സ് മാരിഡ് ടു പാണ്ഡു, കിങ് ഓഫ് ഹസ്തിനപുർ. ഹസ്തിനപുരത്ത് രാജാവായിട്ടുള്ള പാണ്ഡുവായിട്ട് വിവാഹം ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ വീണ്ടും ട്വിസ്റ്റ് ഉണ്ട്. പാണ്ഡു ഇങ്ങനെ ഹണ്ടിങ്ങിന് പോകുമ്പോഴത്തേക്കും ബൈ മിസ്റ്റേക്ക് ഋഷി കിണ്ടമ ആണെന്ന് തോന്നുന്നു കേട്ടോ, സോറി, ഋഷി കിന്തമയും പുള്ളിക്കാരൻ്റെ വൈഫും ഡിയറിൻ്റെ രൂപത്തിൽ അവർ ലവ് മേക്കിങ്ങിലായിരുന്നു, എൻഗേജ്ഡ് ആയിരുന്നു. അപ്പം ഈ പുള്ളിക്കാരൻ പാണ്ഡു ഇതൊന്നും അറിയാതെ ഡിയർ ആണെന്ന് വിചാരിച്ച് ഇവരെ അമ്പ് ചെയ്ത് കൊല്ലും. അപ്പോഴത്തേക്കുമാണ് സേജ് പ്രത്യക്ഷനായിട്ട് പാണ്ഡുവിന് കേഴ്സ് ചെയ്യും. നീയും നിന്റെ വൈഫുമായിട്ട് എന്തെങ്കിലും ഒരു ഇൻറ്റിമേറ്റ് റിലേഷനിൽ വരുവാണെങ്കിൽ ആ സ്പോട്ടിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് കേഴ്സ് ചെയ്യും. അങ്ങനെ പാണ്ഡു റിനൗൺസ് ദ കിങ്ഡം ആൻഡ് വെന്റ് ഇൻ ടു എക്സൈൽ വിത്ത് കുന്തി ആൻഡ് മാധുരി. ഈ മാധുരി ആരാന്ന് എനിക്ക് അറിഞ്ഞൂടോ കേട്ടോ, കുന്തിയുടെ സിസ്റ്റർ ആണോ എന്തോ. എന്തായാലും മാധുരിയും കുന്തിയും പിന്നെ പാണ്ഡുവായിട്ട് എവിടെ പോവാണ്? എക്സൈലിന് പോവുകയാണ്. പക്ഷേ ഇയാൾക്ക്, ഈ പാണ്ഡുവിന് എന്താ വേണം? ഹി വോണ്ട്സ് ടു അറ്റൈൻ ഹെവൻ ആൻഡ് സാൽവേഷൻ കിട്ടണം. അങ്ങനെ കുറേ സേജസിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിന് വഴിയെന്ന്. അപ്പോൾ അവരെല്ലാവരും പറയുന്നു, പുത്രനില്ലാത്ത നിനക്ക് ഇങ്ങനെ ഒരു സാൽവേഷനോ അല്ലെങ്കിൽ ഹെവനോ ഒന്നും കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ പാവം നമ്മളുടെ പാണ്ഡു ഇയാളുടെ ഈ ഒരു ഡെസ്പെറേറ്റ് നീഡ് ടു ഹാവ് ചിൽഡ്രൻ ആരോട് പറയുന്നു? കുന്തിനോട് പറയുന്നു. ആൻഡ് കുന്തിനോട് പറയുകയാണ്, പറ്റുന്ന നല്ല ഇല്ലസ്ട്രസ് ആയിട്ടുള്ള മെന്നുമായിട്ട് ചേർന്ന് അവന് കുട്ടികളുണ്ടായി കൊടുക്കണമെന്ന് പറയും. പക്ഷേ കുന്തി, ഷീ യൂസസ് ദ ബോൺ ഗിവൻ ടു ഹർ ബൈ ദ സേജ് ദുർവാസ. അങ്ങനെ അവൾക്ക് 3 കുട്ടികൾ ജനിക്കുന്നുണ്ട് ഫ്രം 3 ഡിഫറെൻറ്റ് ഡൈറ്റീസ് ഓർ ഗോഡ്. യമന്റെ അടുത്തുനിന്ന് യുധിഷ്ഠിരനെയും, വായുദേവന്റെ അടുത്തുനിന്ന് ഭീമനെയും, അർജുനന് ഇന്ദ്രദേവന്റെ അടുത്തുനിന്നും കിട്ടുന്നു. ആൻഡ് കുന്തി ഈ പോകുന്ന വഴിക്ക് മാധുരി എടുത്തും ഈ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ മാധുരിയുടെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്, ഒരിക്കൽ മാത്രമേ ഈ മന്ത്രം ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെ മാധുരി ക്ലവേർലി സമ്മൺസ് അശ്വിനെ വിളിക്കുന്നു. അങ്ങനെ അശ്വിനിൽ നിന്ന് അവർക്ക് 2 ട്വിൻസിനെ കിട്ടുന്നു. ഒന്ന് നകുലനും വേറൊന്ന് സഹദേവനും. അങ്ങനെ ഇപ്പം 5 പേരുണ്ട്: യുധിഷ്ഠിര, ഭീമ, അർജുന, നകുല ആൻഡ് സഹദേവ. അപ്പം ഇതാണ് നമ്മളുടെ കുന്തിയുടെ കഥ. ഇനി നെക്സ്റ്റ് വൺ ഇസ് കർണന്റെ കഥ നമുക്ക് നോക്കാം. കർണൻ എന്ന് പറയുന്ന സൺ ഓഫ് സൂര്യയാണ്. കുന്തി ദേവിയുടെ മകനായിട്ട് ജനിക്കുന്നു. പക്ഷേ വളർത്തുന്നതൊക്കെ ആരാണ്? ഹി വാസ് അഡോപ്റ്റഡ് ആൻഡ് റേസ്ഡ് ബൈ ഹിസ് ഫോസ്റ്റർ സുധാ പാരൻസ്. സൂതപുത്രനായിട്ടാണ് വളരുന്നത്. രാധ ആൻഡ് അതിരഥനുമാണ് വളർത്തുന്നത്. അതിരഥ നന്ദന ഓഫ് ദി ചാരിയറ്റർ and the poet profession working for King Dhritarashtra. Karna grows up to be an accomplished warrior of extraordinary abilities, a gifted speaker, and becomes a loyal friend of Duryodhana. ഈ ദുര്യോധനനാണ് നമ്മളുടെ കർണനെ പിടിച്ചിട്ട് കിങ് ഓഫ് ഏതാക്കുന്നറിയാവോ? കിങ് ഓഫ് ബംഗാൾ, കിങ് ഓഫ് അംഗരാജ്യത്തിൻ്റെ കിങ് ആയിട്ട് വെക്കുന്നു. സംഭവം ഇങ്ങനെ കിങ് ആയിട്ട് വെക്കാൻ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവന്മാരൊക്കെ ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 3 പേരില്ലേ, യുധിഷ്ഠിരനും ഭീമനും അർജുനനുമായിട്ട് അടി കൂടണമെങ്കിൽ അവരുടെ ഈക്വൽ സ്റ്റേറ്റസിൽ വരുന്ന ആൾ വേണം. അങ്ങനെയാണ് നമ്മളുടെ ദുര്യോധനൻ പിടിച്ചിട്ട് കർണനെ അംഗരാജ്യത്തിൻ്റെ തലവനാക്കുന്നത് അല്ലെങ്കിൽ കിങ് ആക്കുന്നത്. ഓക്കെ, സോ അതാണ് അവിടുത്തെ സ്റ്റോറി. കർണ ജോയിൻസ് ദ ലൂസിങ് ദുര്യോധന സൈഡ് ഓഫ് ദ മഹാഭാരത വോർ. മഹാഭാരത വോറിൽ ഇവർ തമ്മിലാണ് അടി നടക്കുന്നത്. അപ്പം ഇവരുടെ സൈഡാണ് ആരെടുക്കുന്നത്? ദുര്യോധനന്റെ സൈഡാണ് കർണൻ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്പുറത്ത് നിന്ന് പാണ്ഡവാസുമായിട്ടാണ് അടി കൂടുന്നത്. ഓക്കെ, മാധുരി എന്ന് പറയുന്ന ഇയാളുടെ 2ാമത്തെ വൈഫാണെന്ന് തോന്നുന്നു കേട്ടോ, അതായിരിക്കും. പാണ്ഡവന്മാരുമായിട്ടാണ് അടി കൂടുന്നത്. സോ
ബ്രദറും ഒക്കെ ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ കഥ. സോ ഹീ ഈസ് ദ കീ ആന്റഗോണിസ്റ്റ് who aims to kill Arjuna but dies in the battle with him during Kurukshetra war. അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഏറ്റവും ലാസ്റ്റ് അർജുനനെ മരിക്കോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതാണ് സംഭവം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ കഥ. ലൈക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. ഇത് അറിഞ്ഞു വെച്ചാൽ മാത്രമേ നമുക്ക് ഇനി സ്റ്റോറിയിലോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. വിങ്സ് ഫ്ലാപ്പിംഗ് സംവെയർ, ഏതോ ചിറകുടി ഒച്ചകൾ. ഇത് ആക്ച്വലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഹാരിസ്, VK ഹാരിസോ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്ലേറ്റർ. മിക്ക ഇതും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത ഇയാളായിരുന്നു. UG പഠിച്ച ഓർമ്മയുണ്ട്. ഞാൻ എവിടെയോ നെറ്റിൽ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടതാട്ടോ. ഓക്കെ, ഇനി നമ്മളുടെ പ്ലേ തുടങ്ങുന്നത് തന്നെ വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്റ്റേജ് അറേഞ്ച്മെൻ്റ് ആണ്. സ്റ്റേജിൽ കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ആൾക്കാരുണ്ട്. എന്തിനാ, കേർട്ടൻ റൈസേഴ്സ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സീനൊക്കെ ഇവരാണ് മാറ്റുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരുടെ പേരാണ് പാരിപാഷ്വികർ കേട്ടോ, പാരിപാഷ്വികർ. ഹു കൺട്രോൾസ് ദ കേർട്ടൻ. ഇൻ അഡീഷൻ ടു ദിസ് അവർ മ്യൂസിക്കിലും ഡയലോഗ് ഡെലിവറിയിലും ഒക്കെ അവർക്ക് എന്തുണ്ട്, ടാലൻ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ മ്യൂസിക് മാത്രമേ ഉള്ളൂ, വേറെ ഡയലോഗ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, മോണലോഗ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദേ ഹാവ് എ ഫ്ലെയർ ഓഫ് ആക്ടിങ് ആൻഡ് ദ ഫേഷ്യൽ ജസ്റ്റേഴ്സ് ഹെൽപ്സ് ഇൻ ഡെലിവറിങ് വാട്ട് ദ പ്ലേ ഇൻറ്റൻസ് ടു കൺവേ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി, അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. ഓക്കെ, ഹാഫ് കേർട്ടൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു പ്ലേയിൽ ത്രൂ ഔട്ട് കേർട്ടൻസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. റെഡ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഞാൻ 2-3 ഇതിൽ നോക്കി, യൂട്യൂബിൽ നോക്കി, പക്ഷെ അവിടെ എവിടെയും കണ്ടില്ല. ആരെങ്കിലും കാണുവാണെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. ഇനി അതിന് വല്ല സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. പിന്നെന്താ, they have half curtains of different colors and they are of and it is their duty to place the theatrical properties in the stage. So these 3 individuals are destined to perform activities on the stage. They stand in a raised platform and the actors can easily appear on the stage from behind. At the front of the stage, a lamp is placed with an intention of invoking the god of fire. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ സെറ്റിങ്സും കാര്യങ്ങളും. 3 പേര് നിൽപ്പുണ്ട്. 3 പേരുടെയും ഡ്യൂട്ടി എന്ന് പറയുന്ന കേർട്ടൻ റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ അവർക്ക് എന്താ, ഡയലോഗ് ഡെലിവറിയിലും മ്യൂസിക്കിലും ഒക്കെ ദേ ആർ വെരി മച്ച് ടാലൻറ്റഡ്. പിന്നെ അവർ അവരുടെ ഫേഷ്യൽ ജസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് പ്ലേയിൽ എന്താ നടക്കുന്നത്, എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഓഡിയൻസിനോട് വ്യക്തമാക്കി കൊടുക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഡിഫറെൻറ്റ് കളേർഡ് ഹാഫ് കേർട്ടൻസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദെയർ ഡ്യൂട്ടി ടു ചേഞ്ച് അല്ലെങ്കിൽ ടു മേക്ക് നെസസറി അറേഞ്ച്മെൻറ്റ് ഫോർ തിയേറ്റർ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു ലാമ്പ് വെച്ചിട്ടുണ്ട്, ഒരു വിളക്കുണ്ട്, ആ വിളക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളുടെ അവിടെ എന്താണ്, ലാമ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റേ ഇതിൽ പഠിച്ചില്ലേ, സൂത്രധാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഈ ഒരു ഓഡിയൻസിനോട് പറയുകയാണ്. മറ്റേ കഥയിൽ ഏതാ, സൗപർണികയിൽ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് തരണം, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. അപ്പോൾ അതേപോലെ ഇവിടെ എന്താണ്, ഇവിടെ നല്ലൊരു പെർഫോമൻസ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഇൻവോക്കിംഗ് ദ ഗോഡ് ഓഫ് ഫയർ. ഇത് എന്താ, നമ്മളുടെ എല്ലാം മറ്റേ മിൽട്ടൻ്റെ ഇതിലും ഇൻവൊക്കേഷൻ ടു മ്യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു സെയിം ഇത് തന്നെ ഇവിടെ നടക്കുന്നത്. ഓക്കെ, പാരഡൈസ് ലോസ്റ്റിൽ. ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്തോന്ന് കാണാം, ചൂട്ടാട്ടം. A folk dance performed by holding torch, മറ്റേ ഓലയിലില്ല കത്തിച്ചിട്ട് ചൂട്ട് അങ്ങനെ ചൂട്ട് വെച്ചിട്ടുള്ള ഒരു ലൈറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ലൈറ്റിലാണ് നമ്മളുടെ ആക്ട്രസ് വരുന്നത്. ഓക്കെ, ദ ആക്ട്രസ് ഇസ് വാക്കിംഗ് ഇൻ ദ സെൻറ്റർ ഓഫ് ദി സ്റ്റേജ് വൈൽ ദ പെർഫോമൻസ് ഇസ് ഹാപ്പനിങ്. ഈ ഒരു ഡാൻസ് പുറകിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മളുടെ ആക്ട്രസ് വരുന്നത്. ഓൺലി ഈ ആകെയുള്ളൊരു ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീവ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ലൈറ്റ് മാത്രമാണ്. ദ അക്കമ്പനിയിങ് ആക്ടേഴ്സ് സ്ലോലി ലീവ്സ് ദ സ്റ്റേജ്. അവർ നേരത്തെ ഉണ്ടായിരുന്നവരൊക്കെ സ്റ്റേജിൽ നിന്ന് പോകുന്നു. ഇനിയിപ്പം ആകെ ഇവിടെ ഉള്ളത് നമ്മളുടെ ആക്ട്രസ് മാത്രമാണ്. Silently praying and mentally accepting the character she has to play, the actress lights up the lamp. അപ്പം അവൾ ഉൾക്കൊള്ളാൻ പോകുന്ന കഥാപാത്രത്തിനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുകൊണ്ട് ഷീ ലൈറ്റ്സ് അപ്പ് ദ ലാമ്പ്. അവൾ ലാമ്പ് ലൈറ്റ് ചെയ്യുമ്പോൾ തന്നെ മംഗളവാദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഓക്കെ, ഹോളി സെറമണീസും ഓസ്പീഷ്യസ് ആൻഡ് ഹോളി സെറമണീസിൽ അക്കമ്പനി ചെയ്യുന്ന മ്യൂസിക്കാണ് നമ്മളുടെ മംഗളവാദ്യം.
അപ്പം അതാണ്ട് ഇപ്പോഴാണ് നമ്മളുടെ ഇൻഡിക്കേറ്റിംഗ് ദ ഓസ്പീഷ്യസ് ഇവന്റ് യെല്ലോ കോട്ടൺ വിത്ത് ഡെക്കറേഷൻസ് ഇസ് റൈസ്ഡ് ബൈ ദ 3 പീപ്പിൾ ഹു കൺട്രോൾസ് ദ കോട്ടൺ. അപ്പോൾ ഇവിടെ പോകുന്ന യെല്ലോ കോട്ടൺ ആണ്. അങ്ങനെ ദ ആക്ട്രസ് പെർഫോംസ് റിലീജിയസ് റിച്വൽസ് ആൻഡ് പ്ലേസ് ഫോർ ദ ബ്ലെസ്സിംഗ് ഫോർ ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ പ്ലേ. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ആൻഡ് ഓൾസോ റെസിറ്റേഷൻ ഫ്രം ഋഗ്വേദയിലെ ഹൈംസും റിസൈറ്റ് ചെയ്യുന്നുണ്ട്. ഇൻവോക്കിംഗ് മറ്റേ ഗോഡാണ് കേട്ടോ, ഏതാ നമ്മളുടെ അഗ്നിദേവനെ ഇൻവോക്ക് ചെയ്തുകൊണ്ടുള്ള റെസിറ്റേഷൻസും ഉണ്ട് ഋഗ്വേദയിൽ നിന്നുള്ള. അത് കഴിഞ്ഞിട്ട് ഇനി ആക്ട്രസ് സ്റ്റേജിൻ്റെ നടുക്കിലോട്ട് വരുന്നുണ്ട്. ആൻഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബെല്ലൊക്കെ റിങ്, ടെമ്പിൾ ബെൽസും കാര്യങ്ങളും ഒക്കെ റിങ് ചെയ്യുന്നതായിട്ട് കേൾക്കാം. ആൻഡ് ഓൾസോ ഇല്ല മറ്റേ ശംഖ്, അതിൻ്റെ നാദവും കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദ ആക്ട്രസ് ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ് ആസ് ആൻ ആക്ട്രസ്. അപ്പോൾ ആക്ട്രസ് വന്ന് ഇവിടെ നിന്നിട്ട് ഞാനൊരു ആക്ട്രസ് ആണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളുടെ തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആക്ച്വലി പറയുന്നത് അവളുടെ തന്നെ കാര്യങ്ങളല്ല, സൊസൈറ്റിയിൽ വിമൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു ആക്ട്രസ് ആണ് ആൻഡ് ഐ ആം ഡെസ്റ്റിൻഡ് ടു ആക്ട് ന്യൂമറസ് റോൾസ്. ഏതൊരു സ്ത്രീ ലൈഫിൽ ഏതൊരു സ്ത്രീയെ പോലെയും തന്നെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് അവൾ പറയുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ലൈക്ക് ഐ വുഡ് ബി പ്ലേയിങ് എ റോൾ ഓഫ് വിമൻ ഹു വാസ് ചീറ്റഡ് ബൈ ഹർ ലവർ. ചിലപ്പം ഒരു വിമൻ ആയിരിക്കാം ഹൂ ഇസ് ഡിനൈഡ് ഓഫ് ഹർ റൈറ്റ്സ്. ചിലപ്പം ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വിമൻ ആയിരിക്കാം ഇൻ എ പേട്രിയാർക്കിയൽ സൊസൈറ്റി. ചിലപ്പോൾ എൻ്റെ സിമ്പിൾ ഓഫ് ഫെമിനിറ്റീന് ബാക്കിയുള്ള വിമൻസ് എന്താ പറയുക, അതോർത്ത് സൈ ചെയ്യുമ്പോൾ ഇവിടെ മെൻ അതോർത്ത് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ആൻഡ് അവൾ എല്ലാ വിമനെയും പോലെയാണ് ഹു വോണ്ട്സ് ടു ബ്രേക്ക് അവേ ഫ്രം ദി ചെയിൻ ആൻഡ് ദ ബൗണ്ടറീസ് ആൻഡ് ടു ഹോൾഡ് ഹെർ സെൽഫ് ഇൻസൈഡ്, ദാറ്റ് ഹോൾഡ് ഹെർ സെൽഫ് ഇൻസൈഡ്, ബട്ട് ഷീ ഈസ് ഫിയർഫുൾ ഓഫ് ദ കൺസർവേറ്റീവ് സൊസൈറ്റി ദാറ്റ് വിൽ ഡിസ്ട്രോയ് ഹെർ. എല്ലാ പെണ്ണിൻ്റെയും പോലെ തന്നെ എല്ലാ ഷാക്കിൾസും എഴുന്നേറ്റ് വരണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു പെണ്ണാണ്. പക്ഷേ സൊസൈറ്റി എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ച് അടങ്ങി ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഷീ കണ്ടംപ്ലേറ്റ്സ് വൈ എ വിമൻ who is complete in herself cannot be a strong willed. She always hides away her dreams, passions, desires. എല്ലാം മാറ്റി വെച്ച് ജീവിക്കേണ്ട ഒരു സ്ത്രീ, എന്തുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് അങ്ങനെ ജീവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ ഓഡിയൻസിനോട് ചോദിക്കുകയാണ്. ഷീ സെൽഫ്ലെസ്ലി കണ്ടക്ട്സ് herself thinking okay, ഈ നടക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന് ആലോചിച്ച് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ്. ആൻഡ് അവൾക്ക് ഒരിക്കലും അവളുടെ ചെയിൻസോ ബ്രേക്സോ ഒന്നും ബൗണ്ടറീസ് ഒന്നും ബ്രേക്ക് ചെയ്ത് വരാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് പറയുന്നുണ്ട് യെസ് ഷീ ക്യാൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും ഷീ ലുക്സ് അറ്റ് ദ ഫ്ലെയിമിംഗ് ഫയർ ഇൻ ദ ലാമ്പ് ആൻഡ് റിക്വസ്റ്റ് ദ സ്ട്രെങ്ത് ടു ബ്രേക്ക് അവേ ഫ്രം ദ ട്രഡീഷണൽ നോഷൻസ് ഓഫ് ദ സൊസൈറ്റി. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ദ കൾച്ചർ ഹാസ് റെസ്ട്രെയിൻഡ് വിമൻ ടു എ സർട്ടൻ റോൾ വെയർ ഷീ ഒൺലി നോസ് ഹൗ ടു ഷവർ അഫെക്ഷൻ ആൻഡ് ബ്ലെസ്സിങ്. നമ്മളുടെ കൾച്ചർ പ്രകാരം സ്ത്രീകൾക്ക് കുറേ റോൾസ് ഉണ്ട്. ആ റോൾസിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. ആൻഡ് എന്നിട്ട് അവൾ പ്രേ ചെയ്യുകയാണ് അവൾക്ക് ഈ ഒരു സൊസൈറ്റിയൽ കൺസ്ട്രക്റ്റിൽ നിന്നൊക്കെ ഒന്ന് മാറി വരാനായിട്ട് സ്ട്രെങ്ത് തരണമെന്ന് പ്രേ ചെയ്യുന്നുണ്ട്. ദിസ് കൾച്ചർ ഹാസ് റിസ്ട്രെയിൻഡ് വിമൻ ടു എ സർട്ടൻ റോൾസ് ആൻഡ് ഷീ ഒൺലി നോസ് ഹൗ ടു ഷവർ അഫെക്ഷൻ ആൻഡ് ബ്ലെസ്സിങ്. ദിസ് ഇസ് വൈ ഷീ ഹാസൻ യെറ്റ് ബിക്കം എ വാമ്പയർ ലൈക്ക് മോൺസ്റ്റർ എന്ന് പറയുന്നു. ഇനി okay, the continuing recitation of hymns invoking the god of fire Agni can be heard. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വീണ്ടും അഗ്നിദേവനെ പുകഴ്ത്തിയിട്ടുള്ള വാദ്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. The actress says she sees everything. She sees the disappointment of the present, the nostalgia of the evergreen past, and the sacrificed femininity. A woman has dreamt of freedom from the societal conventions that prevent her from pursuing her dreams, but she always lived a selfless life, seeing others happy and satisfied without raising her voice against the injustice. And in the end, she attains the fire, none of her dreams or passions, but all destroying fire that consumes her. ഇത് ഒരു വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. സോ അവൾക്ക് എല്ലാം അറിയാമെന്ന് അവൾ പറയുന്നു. എന്താ, നൊസ്റ്റാൾജിയ ഓഫ് ദ പാസ്റ്റ്, എവർഗ്രീൻ പാസ്റ്റിൻ്റെ നൊസ്റ്റാൾജിയ ഉണ്ട്, ഡിസപ്പോയിൻമെൻറ്റ് ഓഫ് ദ പ്രസൻറ്റ് ഉണ്ട്, അവളുടെ സാക്രിഫൈസ്ഡ് ഫെമിനിറ്റീനെ കുറിച്ചും അവൾക്ക് അറിയാമെന്ന് പറയുന്നു. ആൻഡ് ഷീ ഹാഡ് ഓൾവേസ് ഡ്രീംഡ് ഓഫ് ഫ്രീഡം ഫ്രോം ദ സൊസൈറ്റൽ കൺവെൻഷൻസ്. വാട്ട് എന്താ സൊസൈറ്റി അവളുടെ ഡ്രീംസിൽ നിന്ന് അവളെ പെർസീവ് ചെയ്യാൻ സമ്മതിക്കാണ്ട് ഇരിക്കുന്നതിനെയൊക്കെ അവൾക്ക് അറിയാം എന്ന് പറയുന്നു. ആൻഡ് എന്താണ്, എപ്പോഴും ഒരു സെൽഫ്ലെസ് ലൈഫാണ് അവൾ ലീഡ് ചെയ്യുന്നത്. ഏതൊരു പെണ്ണും ലീഡ് ചെയ്യുന്ന ഒരു സെൽഫ്ലെസ് ലൈഫാണ്. ബാക്കിയുള്ളവരെ സന്തോഷമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും വെക്കുക. ഇനി അവൾക്കെതിരെ ഉള്ള ഇൻജസ്റ്റിസിനെതിരെ ഒന്നും വോയിസ്
ഉയർത്താണ്ട് ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ചും ഒക്കെ പോവുക. ആൻഡ് അറ്റ് ലാസ്റ്റ് എന്താണ് അവൾക്ക് സംഭവിക്കുന്നത്? അവളെ ഫയർ കൺസ്യൂം ചെയ്യുക എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ എൻഡ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റേ ചിത കൊളുത്തുമല്ലോ, അതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇൻ ദ എൻഡ് ഷീ അറ്റൈൻസ് ദ ഫയർ നോട്ട് ഓഫ് ഹർ ഡ്രീംസ് ഓർ പാഷൻ. അവളുടെ ആഗ്രഹങ്ങളുടെയോ ഒന്നും ഫയർ അല്ല, ബട്ട് ദ ഓൾ ഡിസ്ട്രോയിങ് ഫയർ ദാറ്റ് കൺസ്യൂംസ് ഹർ. ദ ആക്ട്രസ് റിമെമ്പേഴ്സ് ഹർ മദർ who had consumed who also got consumed in fire, never attaining her aspiration. അപ്പം ഇവിടെ അവളുടെ അമ്മേനെ കുറിച്ചിട്ടും ഓർക്കുന്നുണ്ട്. സോ എന്താ ടിപ്പിക്കലി ഏതൊരു വിമൻ്റെയും കണ്ടീഷനാണ് പറയുന്നത്. അതുകൊണ്ടാണ് അമ്മയുടെ കാര്യം ഓർത്തെന്ന് പറയുന്നത്. അതായത് പാസ്റ്റിലുള്ള വിമൻ്റെ കാര്യവും അങ്ങനെ ഓർത്തു എന്നായിരിക്കാം. ഓക്കെ, എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആണ്, അങ്ങനെ ആകാം. ഓക്കെ, ദ ആക്ട്രസ് ഹിയർ സമ്മൺ കോളിംഗ് കുന്തി കുന്തി കുന്തി. അപ്പം ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ആരോ കുന്തി 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 എന്ന് വിളിക്കുന്നുണ്ട്. സോ അഗെയിൻ വി ആർ ഷിഫ്റ്റിംഗ് ഓൺ ടു അവർ ഡ്രാമ. സോ ഇൻ ദ മിഡിൽ ഓഫ് ദ റിച്വലിസ്റ്റിക് പെർഫോമൻസ് ആക്ടർ, പിന്നെ നമ്മളുടെ ആക്ട്രസ് ഇവിടുന്ന് മാറുകയാണ്, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ്. തിരിച്ച് എൻട്രി ചെയ്യുന്നത് ഷീ എൻറ്റേഴ്സ് ആസ് കുന്തി. കുന്തി ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മളുടെ കേർട്ടൻ വരുന്നത് ബ്ലൂ കളറിലാണ്. ആൻഡ് ആ ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഇസ് നൈറ്റ്. നൈറ്റ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, പുള്ളിക്കാരത്തി സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സിംഫണി ഓഫ് സെവറൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കേൾക്കാം. ആൻഡ് ഷീ ലുക്സ് അറ്റ് ദ സ്കൈ ആൻഡ് ദെൻ ടു ദ വെരി ഡിസ്റ്റൻറ്റ് ഹൊറൈസൺ. അപ്പം ഈ ഒരു സമയത്ത് ഇവളിങ്ങനെ കുന്തിദേവി മാത്രം സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിത എന്ന് പറഞ്ഞൊരു വോയിസ് കേൾക്കുന്നുണ്ട് ഫ്രം ബാക്ക്ഗ്രൗണ്ട്, എവിടെ നിന്നോ കേൾക്കുന്നു. ആൻഡ് ഒരു വിങ്സ് ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് ഏതോ ഒരു ബേർഡിൻ്റെ ശബ്ദം ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്ലെൻഡഡ് സൗണ്ട് ഓഫ് വീപ്പിംഗ്, വാർണിംഗ് ആൻഡ് ഹെൽപ്ലെസ്നെസ് ദാറ്റ് ഇസ് വിത്തിൻ കുന്തി നൗ. അപ്പം ഒരു ബേർഡ് ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് സൗണ്ട് ഒക്കെ ഉണ്ടായിക്കൊണ്ട് പോവുകയാണ്. ആൻഡ് ഷീ ക്യാൻ ഹിയർ എന്താണ് പ്രിത എന്നാരോ വിളിക്കുന്നതായിട്ട് കേൾക്കാൻ പറ്റും. അവളുടെ ബർത്ത് നെയിം ആണ് പ്രിത. ആൻഡ് ദാറ്റ് ടു അവൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. ഇറ്റ് ഈസ് ലൈക്ക് ചാൻറ്റിങ്. ആൻഡ് ഷീ then she heard the wings flapping of a bird. She tries to imitate the sound of the bird but fails. It is a blended sound of weeping, warning and helplessness. And ദാറ്റ് വാസ് വിത്തിൻ കുന്തി നൗ. അപ്പം ഈ ഒരു ഇമോഷൻസ് എല്ലാം ഇപ്പോൾ കുന്തിയുടെ ഉള്ളിലുണ്ട്. എന്താണ്? ഷീ ഈസ് ഹാവിങ് ദ ഗിൽറ്റ് ദാറ്റ് ഷീ ഹാസ് അബാൻഡൻഡ് ഹർ ചൈൽഡ്. അത് ആൻഡ് whose wing flapping inside and echoing in her mind. She had come inside her home. അപ്പോൾ അവളുടെ പാലസിൻ്റെ അകത്തു നിന്നാണ് കയറി വന്നത്. അപ്പോഴൊന്നും ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഓൾ ഓഫ് എ സഡൻ എവിടെ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളുടെ കുന്തി നോക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവൾക്ക് ആ ഒരു ബേർഡിനെ നോക്കി അങ്ങ് ദൂരത്തോട്ട് നോക്കുമ്പം ഒന്നും കാണാനില്ല, ബേർഡിൻ്റെ ഒരു ട്രേസും ഇല്ല. അങ്ങനെ അത് അവിടെ തീരുന്നു. ഇനി അടുത്തത് കുന്തി റിമെമ്പേഴ്സ് ആൻ എസ്പീഷ്യസ് ഇവന്റ് ഇൻ ദ പാസ്റ്റ്. ഇതിപ്പം പ്രസന്റ് കുന്തിയാണ്. അപ്പം ഇനി കുന്തി പുള്ളിക്കാരത്തിയുടെ പാസ്റ്റിനെ ഓർക്കുകയാണ്. ഓക്കെ, event in the past when her son paid respect to her after winning the കുരുക്ഷേത്ര യുദ്ധം. കുരുക്ഷേത്ര യുദ്ധം ജയിച്ചതിന് ശേഷം അവളുടെ മക്കൾ 5 പേരും വന്നിട്ട് അമ്മയുടെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുകയാണ്. എന്തിനാണ്? അമ്മ ഇവർക്ക് ബർത്ത് കൊടുത്തോണ്ട്. ഓക്കെ, they were performing the ritualistic washing of the mother's feet. Her great sons Yudhishthira, known for his dharma, Bhima for his strength, Arjuna for the virility, and praising their mother for giving them birth. Kundi closes her eyes and blesses them. She lovingly touches their head. And then she hears the sound of someone weeping. ഈ ആരാണ് ഈ വീപ്പ് ചെയ്യുന്നത്? It was Gandhari who lost all her children in the great war. എല്ലാ മക്കളെയും നഷ്ടപ്പെട്ട ഗാന്ധാരി. Gandhari's face was dry as earth and numb as a sky. Kundi couldn't bear the agony of another mother who is sad over the demise of her children. Of all her children, she went and hugged her. Kundi heard the same sound of the bird flapping, of the bird and the wings flapping. She contemplates on where the bird might have gone to. Did it go to the inner forest besides the shore of Ganges? So, ഇതാണ് നമ്മളുടെ കഥ. മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ കുന്തിയുടെ പാസ്റ്റ് ആലോചിക്കുകയാണ്. കുന്തിയുടെ പാസ്റ്റിൽ
ഇപ്പം ഇവളിവിടെ നിൽക്കുക. അപ്പം ഇപ്പം നിൽപ്പുണ്ടല്ലോ, നിൽക്കുമ്പോഴാണ് ഈ ഫ്ലാപ്പിംഗ് സൗണ്ട് ഒക്കെ കേട്ടിട്ട് പോകുന്നത്. ആൻഡ് അവിടെ തന്നെ നിന്നുകൊണ്ട് ഷീ ഇസ് റിമെമ്പറിങ് ഹർ പാസ്റ്റ്. അപ്പോൾ പാസ്റ്റിൽ എന്താണ്, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് മക്കൾ വന്നിട്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അമ്മയുടെ കാലൊക്കെ കഴുകി അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നു. അങ്ങനെ അമ്മ അവരെ ഭയങ്കരമായിട്ട് ബ്ലസ് ചെയ്യുന്നുണ്ട്. ഷീ ട്രൂലി ബ്ലസ്സസ് ദം. അവരെ ടച്ച് ചെയ്ത് ബ്ലസ് ചെയ്യുന്നു. ആരൊക്കെയുണ്ട്? യുധിഷ്ഠിര, നോൺ ഫോർ ഹിസ് ധർമ്മ അല്ലേ, ധർമ്മത്തിന് വേണ്ടി നിന്ന യുധിഷ്ഠിരൻ, സ്ട്രെങ്തിൻ്റെ ഇതായിട്ടുള്ള ഭീമനുണ്ട്, പിന്നെ ആരാണ്? അർജുനൻ, നോൺ ഫോർ ഹിസ് വെറലിറ്റി. ഓക്കെ, ഇവർ മൂന്നുപേരും കൂടെ അമ്മയെ പ്രൈസ് ചെയ്യുന്നു. ആൻഡ് അമ്മ സന്തോഷത്തോടെ ഇവരെ ബ്ലസ് ചെയ്യുന്നു. അപ്പം ഈ സമയത്ത് ഇങ്ങനെ ബ്ലസ് ചെയ്ത് പിള്ളേരെ ബ്ലസ് ചെയ്ത് വിടുമ്പോഴത്തേക്കും ഒരു വീപ്പിംഗ് കേൾക്കാം. അതാരാണ്? നമ്മളുടെ ഗാന്ധാരിയുടെ കരച്ചിലാണ്. ഗാന്ധാരി എന്താ ചെയ്യും? ഗാന്ധാരിയുടെ എല്ലാ മക്കളും വോറിൽ മരിച്ചുപോയി. സോ ആ ഒരു അമ്മയുടെ അഗനിയും പെയിനും അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുന്തി പോയിട്ട് അവരെ ഹഗ് ചെയ്തിട്ട് കൺസോൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ വീണ്ടും ആ ബേർഡ് വരികയാണ്. സോ ഒരു പാസ്റ്റ് ആണെന്ന് ആലോചിക്കുക. അപ്പോൾ പാസ്റ്റിലാണ് ബേർഡ് വന്നു. ബേർഡിന്റെ ഫ്ലാപ്പിംഗ് സൗണ്ടും വീപ്പിംഗ് സൗണ്ടും എല്ലാം കുന്തി വീണ്ടും കേൾക്കുന്നുണ്ട്. അങ്ങനെ കുന്തി പെട്ടെന്ന് നോക്കുകയാണ്. സോ വീണ്ടും ആ ബേർഡ് വാനിഷ് ആയി പോയി. എങ്ങോട്ടാ പോയത്? ഇന്നർ ഫോറസ്റ്റിലേക്ക് എങ്ങോട്ടോ പോയി. ഇനി ഗംഗാ നദിയുടെ തീരത്തിലേക്കാണോ പോയത് എന്നൊക്കെ നോക്കി നിൽക്കുകയാണ്. ആൻഡ് കുന്തി റിയലൈസസ്, ഈ ഒരു ഫ്ലാപ്പിംഗ് സൗണ്ട് ഞാൻ മുന്നേയും കേട്ടിട്ടുണ്ടെന്ന് കുന്തി ഇപ്പം ആലോചിക്കുകയാണ്. ഷീ കൻ നോട്ട് ഡിസ്ക്രൈബ് ദ ഫീലിംഗ് വെൻ ദ ബേർഡ് ഷിപ്സ് and she could never find a shadow of the bird. Kundi asked the bird about its identity, declaring how its wings flapping had made her feel miserable every time. She went on to say that she had desired to see this bird and tries to remember when she had first acquainted with its voice. സോ ഇങ്ങനെ കുന്തി വീണ്ടും ഇങ്ങനെ നോക്കുകയാണ്, ഈ ബേർഡിന്റെ ഐഡന്റിറ്റി ആരാണ്, എന്താണ്, എനിക്ക് കാണണം എന്നുള്ള ആഗ്രഹത്തോടെ വീണ്ടും നോക്കുകയാണ്. അങ്ങനെ കുന്തി ഇങ്ങനെ വീണ്ടും ആലോചിക്കുക, ഈ ബേർഡിന്റെ സൗണ്ട് പണ്ടെങ്ങോ ഇവള് കേട്ടിട്ടുണ്ട്, അതെന്നാണ് എന്ന് വീണ്ടും ആലോചിക്കുകയാണ്. സോ ഫ്രോം ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സ്റ്റേജ് നമുക്ക് പല പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ട് കേൾക്കാം. ഇനി കേർട്ടൻ എന്ന് പറയുന്ന റെഡ് കളറാണ്. ഐ ഡോണ്ട് നോ വാട്ട് ദിസ് ഇൻഡിക്കേറ്റ്സ്. എന്തായാലും ഇപ്പോൾ നമ്മളുടെ കേർട്ടന്റെ കളർ എന്ന് പറയുന്ന റെഡ് ആണ്. കുന്തി ഇസ് നോട്ട് ഓൾഡ് എനി മോർ. ഷീ ഇസ് എ യങ് വിമൻ. ചിലപ്പോൾ അവളുടെ ആ ഒരു യങ് ഇതിനെ കാണിക്കാനാണോ എന്തോ റെഡ് വരുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം പഴയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദുർവാസാവും, അതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. Kundi reminiscence how she was rewarded by a boon by Durvasa, known for his temper and unreasonable request. When Durvasa visited Kundi Bhoja and sought his hospitality, the king entrusted the stage to the care of daughter's care, and tasked Kunti with the responsibility of entertaining the sage and meeting all his needs during the stay with them. She patiently puts on his request and served the sage with great dedication. Before departing, he rewarded Kunti by teaching her അഥർവവേദത്തിലെ മന്ത്രമാണ് കേട്ടോ. അഥർവവേദ മന്ത്രം വിച്ച് enables a woman to invoke any god of her own choice to beget a children by them. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അങ്ങനെ ഇവള് മിററിൽ തന്നെ ഇവള് പിന്നെ അവളുടെ ഒരു യങ് ഏജ് ആണ്. സോ അറ്റ് ദിസ് മൊമെന്റ് ഷീ സോ ദ വേൾഡ് ആസ് എ മിറർ ഓഫ് ഹേർ സെൽഫ്. ഭൂമി തന്നെ അവളുടെ ഒരു മിററാണ്. എല്ലാം ഉള്ളത്, ഭൂമിയിലുള്ളതെല്ലാം അവൾക്ക് വേണ്ടിയിട്ടാണ്. സൂര്യനും ചന്ദ്രനും ഉദിക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ അവൾക്ക് തോന്നി നിൽക്കുന്ന ആ ഒരു സമയം. Okay, she thought all the natural phenomenon happened for her. The sun rising, the setting of the sun, the wind blowing, the moonlight, the streams flowing, the flowers blooming is all for her. At that moment of passion, she wanted to conquer the world. Curious and spectacle, Kundi decides to test the mantra. She invoked Surya, the sun god, the source of light, energy, and heat. The shining heat was both her desire and lust. She desired fire that could paint magical words and could destroy everything with its strength. She looked at the beautiful and glowing sun. She closed her eyes and prayed to the power that lights the whole world. Kundi was not sad when she realized she was carrying a child. She was strong enough to face the society when it will raise question about the parent paternity. Oh, about the paternity of the child.
She had the strength to attract all elements of nature within herself, but when she thought about her father's face, the curse of being a woman in the society, and the scourge that she would become of the past as well as the future generation, she found herself drowning in her wrongdoing. It was then the first time she heard the sound of wings flapping. ഇതേപോലെയാണ് എസ് ഡിയിലെ ലെക്ചർ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ആ ടീച്ചർ ഇങ്ങനെ ഫുൾ വായിച്ചിട്ട് അങ്ങ് പോകും. എന്നാലും ഞാൻ ഇരുന്ന് മുഴുവനും കേട്ട് ബുക്കും കൂടെ തുറന്ന് വെച്ചിട്ട് ഞാൻ വായിച്ച് കഷ്ടപ്പെടണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, എനിവേ, അപ്പം ഈ ഒരു സമയത്ത് അവളുടെ ആ ഒരു ഏജിൽ അവൾ വിചാരിച്ച ഈ ഒരു നാച്ചുറൽ ഫിനോമിനൻ മുഴുവനും നടക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് അവളുടെ ഗ്രേറ്റസ്റ്റ് ഡിസയറും ലസ്റ്റും ആയിരുന്നു ആര്? സൂര്യദേവൻ. അപ്പം ആ സൂര്യദേവനെ കോൺക്വർ ചെയ്യുന്നുണ്ട് അവളുടെ എന്താ ആരാ അയാളുടെ പേരെന്തോന്നു? ഷടാ, ആ സേജിന്റെ പേരെന്തോന്നു? അയാൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതാണ് ഇവരുടെയൊക്കെ പേര്, ഞാൻ മറന്നു. ഛേ, ദുര്യോധവോ അല്ല, ഛേ, സോറി, കിട്ടിപ്പോയി. ദുർവാസാവ്. അപ്പം ഞാൻ എന്താ പറഞ്ഞേ? അങ്ങനെ ദുർവാസാവ് കൊടുത്ത ആ ഒരു പ്രേയറിൻ്റെ ശക്തി കാരണം ഇങ്ങനെ നമ്മളുടെ സൂര്യദേവനെ ഇൻവോക്ക് ചെയ്യുന്നു. ആൻഡ് ഷീ റിയലൈസസ് ദാറ്റ് ഷീ ഈസ് ക്യാരിങ് എ ചൈൽഡ്. പക്ഷേ സൊസൈറ്റീനെ അപ്പം ഫേസ് ചെയ്യാനോ ഒന്നും കുന്തിക്ക് അന്നേരം ഒരു മടിയില്ലായിരുന്നു. ബട്ട് വെൻ ഷീ റിമെമ്പേഴ്സ് ഓഫ് ഹർ ഫാമിലി ആൻഡ് സൊസൈറ്റി എങ്ങനെ കാണും എന്നൊക്കെ വിചാരിച്ചിട്ട്, ആൻഡ് ഓൾസോ ഇനി ഫ്യൂച്ചർ ജനറേഷനും പാസ്റ്റും ഒക്കെ അവളെ എങ്ങനെ ഓർക്കും, എങ്ങനെ കാണും എന്നുള്ള ഒരു ആ ഒരു ചിന്തയിലാണ് ഈ കുട്ടീനെ ഡ്രോൺ ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ഷീ ഫൗണ്ട് ഹേർസെൽഫ് ഡ്രോണിങ് ഇൻ ദ റോങ് ഡൂയിങ്സ്. ഇറ്റ് വാസ് ദെൻ, ഈ ഒരു സമയത്താണ് ലൈക്ക് എന്താ ദ ടൈം വെൻ ഷീ ഡിസൈഡ്സ് ടു അബാൻഡൻ ദ ചൈൽഡ്. ഈ ഒരു സമയത്താണ് ദ ഫസ്റ്റ് ടൈം ഷീ ഹേർഡ് ദ സൗണ്ട് ഓഫ് വിങ്സ് ഫ്ലാപ്പിംഗ്. ഓക്കെ, ഇനി സഡൻലി നമ്മളുടെ സീൻ വീണ്ടും ഷിഫ്റ്റ് ചെയ്യുകയാണ്. എങ്ങോട്ടാണ്? ബാങ്ക്സ് ഓഫ് ദ റിവറിലേക്ക്. അപ്പോൾ അങ്ങനെ രാത്രി ഒരു സാഡ് സിംഫണി ഓഫ് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമുക്കിവിടെ കേൾക്കാൻ പറ്റും. ആൻഡ് ഇവിടെ നമ്മളുടെ കേർട്ടൻ ബ്ലാക്ക് ആവുന്നുണ്ട് കേട്ടോ. കേർട്ടൻ ബ്ലാക്ക് ആവുന്നുണ്ട്. മേ ബി എന്താണ് അവളുടെ മനസ്സിൽ ആ ഒരു പെയിനും കാര്യങ്ങളും ഒക്കെ കാണിക്കാനായിരിക്കാം. കേർട്ടൻ്റെ എവിടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വെച്ച് അങ്ങ് എഴുതിക്കോണം കേട്ടല്ലോ. It is seen that Kundi appears covering her head with a cloth and carrying a bundle in her hand. So, അത് കുട്ടിയാണ്. Fearing of the unnamed mother, fate of the, she decides to abandon the child. She heard a strange sound of the bird and its flapping then too. അപ്പം ആ സമയവും വീണ്ടും കേൾക്കുന്നുണ്ട്. ഒരു ബേർഡിൻ്റെ സ്ട്രേഞ്ച് സൗണ്ടും വിങ്സ് ഫ്ലാപ്പ് ചെയ്യുന്നതും അവൾക്ക് ഈ ഒരു സമയത്തും എന്താ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് സമയം എവിടെയായിരുന്നു? അവളുടെ ആ റോങ് ഡൂയിങ്സിൽ ഇതായപ്പോഴത്തേക്കും ഷീ ഹേർഡ്. പിന്നെ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെ കളയാനായിട്ട് പോയപ്പോഴും കേൾക്കുന്നുണ്ട്. She was a mother, numb about her own death, about her destiny. She wanted to throw away the baby to drown herself, feeling the dignity of her family in front of the society. Then she tried to throw the child away, the baby she was in her cold. She realized that she is not a cruel human being, and her maternal instinct prevented her from performing that action. The poor child is born in a wrong womb. The mother who pursued her passions and dreams, she found remains of a basket in the river bank. She placed the newborn in the basket and let him float down the river. The basket is moved like a dream in the wave. When she looked up, the sky was crying, and a star fell down. She heard the winds flapping then also. അപ്പോൾ വീണ്ടും ഈ ഒരു ചിറകിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആൻഡ് കുന്തി ഗോസ് ഓൺ ടു റിമെമ്പർ അനദർ എപ്പിസോഡ് ഓഫ് ഹർ ലൈഫ്. ഓക്കെ, അവിടെ എന്തോ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർ ഷീ എൻകൗണ്ടർ വിത്ത് നമ്മളുടെ മറ്റേ ആളുണ്ടല്ലോ, അതിരഥൻ്റെ പുത്രനായിട്ടാണ് ഇപ്പം ആര് വളരുന്നത്? കർണൻ വളരുന്നത്. ഓക്കെ, ആൻഡ് ദ ചാരിയറ്റർ and for the monarch of Hastinapur. He was a lucky man who was destined to raise the baby the queen had
a way to keep her dignity in place. Thus, Karna was raised by her foster parents Adinada and his wife Radha. She never forgot that she had done even when she became a queen, and she nurtured her own sons. When Adirada met Kundi, he talked about and he talked to her as if he knew the truth of Karna's parentage. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ നമുക്ക് തോന്നുമല്ലോ കുത്തി സംസാരിക്കുന്നതൊക്കെ. അപ്പം അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം അതിരഥൻ ഒരിക്കൽ കുന്തിയായിട്ടുള്ള ഒരു കൺവെർസേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുന്തി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അതിരഥ എന്നൊക്കെ എന്തൊക്കെയോ ചോദിക്കുമ്പോഴത്തേക്കും അതിരഥൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതാണ് മദർ അബാൻഡൻ ചെയ്യുന്ന കുട്ടീനെ പോലും നേർച്ചർ ചെയ്യാനായിട്ട് നേച്ചറിന് പറ്റും. ഓക്കെ, ദോസ് ഹു ത്രോ അവേ ദോസ് ചിൽഡ്രൻ ഹു ആർ ത്രോൺ അവേ ബൈ ഇറ്റ്സ് മദർ വിൽ ബി nurtured by nature. സോ ഈ ഒരു അത് ജസ്റ്റ് പറയുന്നതാണ്. ബട്ട് യുനോ ഇറ്റ് സ്ട്രൈക്സ് ഹർ. The arrow was struck straight into her heart. And Kundi, as if in revenge, desired to conquer all powerful elements of nature when her husband Pandu gave her the permission to bear child. Okay, അപ്പോൾ എന്താ ഒരു റിവെഞ്ച് എന്നുള്ളൊരു നിലയിലാണ് പാണ്ഡു പിന്നീട് പറയുന്നുണ്ടല്ലോ ഇല്ലസ്ട്രസ് ആയിട്ടുള്ള ഏതൊരു മെന്നിൽ നിന്ന് നിങ്ങൾക്ക് കൺസീവ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും സോ ഷീ ടേക്സ് അപ്പ് ദിസ് ആസ് എ റിവെഞ്ച്, ഒരു റിവെഞ്ച് എന്നുള്ളൊരു നിലയിലാണ്. ബാക്കി പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്തായാലും മറ്റേ നമ്മളുടെ ദുർവാസാവ് കൊടുത്ത ബൂൺ കൊണ്ട് അഗെയിൻ ഷീ ബിക്കംസ് പാരന്റ് ഓഫ് ആരെയൊക്കെയാണ്. When Pandu expressed Kunti her despair, അതൊക്കെ നമ്മൾ പറഞ്ഞു. Illustrious Kunti Kunti uses the boon given by her the sage Durvasa, and Kunti is surprised that Pandu gave her permission. ഒന്നും ഇല്ല, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. But her thought, okay, she felt dignified. That it is done with her husband's consent. But her thought move on to her first child, one she has abandoned in the flowing waters of Ganga. Karna made her a mother at first. He was her eldest son. She prays that no mother will suffer such agony in the future years. So ഇതാണ് പിന്നീട് നടക്കുന്ന സംഭവം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. പിന്നെ വീണ്ടും സീനിൽ ഒരു ഷിഫ്റ്റ് നടക്കുകയാണ്. ഓക്കെ, ഇനി വീണ്ടും കുന്തി പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അപ്പം ഇവിടെ ഇനി ആലോചിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ മറ്റേ എന്തോന്ന് പാരിഷ് പാർവികർ ഉണ്ടല്ലോ, കർട്ടൻ റൈസ് ചെയ്യുന്നവർ, അവർ കേർട്ടനൊക്കെ മാറ്റി ഇപ്പം റെഡ് കളറാണ് നമ്മളുടെ കേർട്ടൻ. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നോയ്സസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളൊരു നിലയിൽ ഒരു ക്രൗഡ് ബാക്കിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കേർട്ടൻ എന്ന് പറയുന്ന റെഡ് കളറാണ്. ഇനിയിപ്പോൾ പിന്നീട് വരുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് പിക്ചർ ഓഫ് ടു സോഡ് ക്രോസ്ഡ് അപ്പിയേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റേജ്. അപ്പം രണ്ട് മനസ്സിലായല്ലോ, സോഡിൻ്റെ ഒരു ചിഹ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്റ്റേജിൻ്റെ ബാക്കിലായിട്ട് കുന്തി ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെപ്പൺ ട്രയൽ കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ഓക്കെ, വെപ്പൺ ട്രയൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബിഫോർ ദ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ദ കോണ്ടസ്റ്റൻസ് മസ്റ്റ് അനൗൺസ് ദ ലീനേജ് സോ ദാറ്റ് ദ മെൻ ഓഫ് ഈക്വൽ റാങ്ക് മേ ബി പ്ലേസ്ഡ് ടുഗെദർ. അപ്പം ഇവരുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് വേണം നിൽക്കാനായിട്ട്. കാരണം എന്താണ്, ഇവരിപ്പോൾ അടി കൂടാൻ പോവുകയാണ്. അടി കൂടുമ്പോഴത്തേക്കും ഈക്വൽ റാങ്കിലുള്ള ആൾക്കാർ തമ്മിൽ അടി കൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അർജുനൻ വന്നു, അവൻ്റെ ലീനേജ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണൻ്റെ ഇതാണ്, അവൻ്റെ ഫേസ്റ്റ് ബോൺ ആയിട്ടുള്ള കർണൻ. പക്ഷെ കർണനെ പറയാനായിട്ട് ലീനേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പറയുന്നുണ്ടെന്ന് തോന്നുന്നു, മറ്റേ അതിരഥൻ്റെ പുത്രൻ എന്ന രീതിയിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ സ്വന്തം ബ്രദേഴ്സ് തന്നെ അവിടെ വെച്ച് കർണനെ കളിയാക്കുന്നുണ്ട്. അപ്പം അമ്മ ഇതെല്ലാം കണ്ട് ജസ്റ്റ് ഒരു മ്യൂട്ട് എന്താ പറയുക, ഒരു സ്പെക്ടേറ്റർ ആയിട്ടിരിക്കാൻ മാത്രമേ കുന്തി ദേവിക്ക് കഴിയുന്നുള്ളൂ. അപ്പം തൻ്റെ മൂത്ത മകൻ്റെ ഫേസ് ആകെ മാറുന്നതും ആ ഇൻസൾട്ടിൽ കർണൻ ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ ആ അമ്മ ഇങ്ങനെ കാണുന്നു. ഓക്കെ, കുന്തി റിമെമ്പേഴ്സ് ഹൗ ഹെർ ഫസ്റ്റ് ബോൺ സൺ വാസ് ഇൻസൾട്ടഡ് ബൈ ഹെർ ഓൺ ചിൽഡ്രൻ ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദി പീപ്പിൾ ഓഫ് ഹസ്തിനപുർ. She reminisces how his face feel like a coldy sky, just like his father. കുന്തി അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. റെഫ്യൂസ്ഡ് ടു വോയിസ് എനി പ്രൊട്ടസ്റ്റ്. അങ്ങനെ ബാക്കിൽ കർണൻ്റെ അച്ഛൻ ഇങ്ങനെ കുന്തിനെ കൺസോൾ ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഷീ വാസ് ഹേർട്ട് വെൻ ഷീ ലുക്ക്ഡ് ബാക്ക് ഷീ സോ കർണാസ് ഫാദർ.
They both were silent and witness to Karna's insult. അവർക്ക് രണ്ടുപേർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. If Karna were to announce his... ഓക്കെ, ഭയങ്കര സ്മെല്ല് കേട്ടോ സ്പ്രേയുടെ. ഇതിലിപ്പോൾ എന്തോന്ന് മിക്സ് ചെയ്ത്? ഓക്കെ. If Karna were about to announce his charioteer lineage, it would disqualify him from competing against Arjuna. അപ്പം ഇവിടെയാണ് നമ്മളുടെ ദുര്യോധനൻ കർണന് മറ്റേ ബംഗാളിന്റെ കിങ് ആയിട്ട് കർണനെ പ്ലേസ് ചെയ്യുന്നത്. ദുര്യോധന sees in Karna a man who is equal of Arjuna in martial abilities and someone to befriend to balance out Arjuna and thereby diminish the Pandavas. അങ്ങനെയാണ് നമ്മളുടെ ദുര്യോധനൻ പിടിച്ച് നമ്മളുടെ കർണനെ അങ്കാസിലെ കിങ് ആക്കി വെക്കുന്നത്. Kundi could never forget these events as these memories will never die. അപ്പൊ കുന്തി ദേവി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് പിന്നീട് നടന്ന ഒരു കാര്യം. And Kundi also witnessed how brothers fought each other on two sides in the Kurukshetra war. It was terrible blow to Kundi when she realized that she hasn't got the courage to reveal the secret she placed in the dark corners of her mind. She became a strength for her 5 children and traveled many strange paths. She never gave herself an opportunity to fail. She was okay. When it was time for them to cross swords at the battlefield, she cried out at fate for making her witness such disastrous event. അപ്പോൾ അവളുടെ ലൈഫിൽ അവൾക്ക് പലതും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവളുടെ 5 മക്കളുടെയും സ്ട്രെങ്ത് ആയിട്ട് അവൾ നിന്നു. പക്ഷേ അവസാനം ഫെയ്ത്ത് കൊണ്ടുവന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ബാറ്റിൽ ഫീൽഡിൽ ഒരു മ്യൂട്ട് ലിസണർ അല്ലെങ്കിൽ ഒരു വിറ്റ്നസർ ആയിട്ട് ഇരുന്ന് മാത്രം കഥകൾ കാണാനുള്ള ഒരു വിധിയും അവൾക്ക് ഉണ്ടായി. So Kunti sadly remembers the battlefield after the war. വാറിന് ശേഷമുള്ള ബാറ്റിൽ ഫീൽഡിനെ കുറിച്ചിട്ട് ആലോചിക്കുകയാണ്. It was days filled with darkness and which she refused to remember. She forgot about her elder son and filled energy and strength in my son. So എന്താണ് ബാക്കിയുള്ള അവളുടെ മൂത്ത പുത്രനെ മറന്നിട്ട് ബാക്കിയുള്ള കുട്ടികളിൽ എന്താണ് വാറിന്റെ സ്ട്രെങ്ത്തും കറേജും എല്ലാം ഒരു അമ്മ എന്നുള്ള നിലയിൽ അവൾ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെൻ എവറിത്തിങ് വാസ് ഓവർ, കുന്തി ഫോളോഡ് ഗാന്ധാരി ടു ദ ബാറ്റിൽ ഫീൽഡ് വെയർ സ്പിരിറ്റ്സ് ഓഫ് ദോസ് ഹു were killed in the great war was meant to be roaming for attaining salvation. In the mass of funeral pyres, all she could see was a shadow. Kundi stands in her knees mourning at her elder son who fell down in the battlefield. His body lost all his glory and is lying there. She is yearning to call Karna son, my son. അപ്പോൾ തിരിച്ച് ഗാന്ധാരി ആയിട്ട് പിന്നീട് ബാറ്റിൽ ഫീൽഡിലേക്ക് പോവുകയാണ്. ബാറ്റിൽ ഫീൽഡിൽ ഇഷ്ടം പോലെ എന്താണ് ശരീരങ്ങളുണ്ട് അല്ലേ, ജീവനില്ലാത്ത ശരീരങ്ങളും സ്പിരിറ്റ്സും എല്ലാം ഇങ്ങനെ കിടന്ന് അലയുകയാണ്. സോ അവിടെ ഇരിക്കെ കർണൻ മരിച്ചു കിടന്നിരുന്ന സ്ഥലത്ത് അവിടെ ഇങ്ങനെ നീൽ ഡൗൺ ചെയ്തിട്ട് കർണ എന്ന് വിളിക്കുന്നുണ്ട്. അവൻ സോ കുന്തി ഇങ്ങനെ കർണൻ മരിച്ച സ്ഥലത്ത് കിസ് ചെയ്യാണ്. മരിച്ചു കിടന്ന ആ ലാൻഡിൽ കിസ് ചെയ്യുമ്പോഴത്തേക്കും ആൻഡ് അവൾ എഴുന്നേക്കാൻ പോകുമ്പോഴത്തേക്കും ഷീ വിറ്റ്നസസ് എ സൂപ്പർ നാച്ചുറൽ ബീയിങ് wearing a white wings in hands. It has a masculine voice. It is rising high up in the sky. It is evident Karnയുടെ spirit ആണ് and it is talking to Kundi. The voice asks Kundi the reason for her appearance now. എന്തിനാണ് ഇനിയിപ്പോൾ വന്നത് എന്ന് ചോദിക്കുന്നു. And he angrily questions, എന്താ മൂത്ത മോൻ്റെ പരാജയം കാണാനാണോ വന്നത് അതോ ബാക്കിയുള്ള പുത്രന്മാരെ കുറിച്ചിട്ട് അവരുടെ വിജയത്തിനെ കുറിച്ച് ബോസ്റ്റ് ചെയ്യാനാണോ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. And he accuses her for abandoning him who survived in nature's lap. And she had met Adiranda before the commencement of war to stop blood-born brothers from fighting each other. But fate intervened and now Karna died for Dharma. പക്ഷേ മാറ്റാനൊക്കെ കുന്തി എന്താ പറയുക പറയുന്നുണ്ട്. പക്ഷെ കർണൻ എന്താണ് അറ്റ്ലീസ്റ്റ് അവന് സാൽവേഷൻ കിട്ടും എന്നുള്ളൊരു നിലയിലാണ് ഈ ബാറ്റിൽ ഫീൽഡിലേക്ക് വരുന്നത്. മരിക്കാനാണെങ്കിലും കുഴപ്പമില്ല, ധർമ്മത്തിന്റെ പേരിൽ നിന്ന് മരിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് കർണൻ വരുന്നത് കേട്ടോ. ഹി ഇൻഫോംസ് കുന്തി that he is not distressed about abandoning him when he was an infant, but being infant
for being called the son of a charioteer, and when his mother came to beg him for the lives of the younger brothers, he is glad that he can become eternal. With a bloody body, he will enter the star-studded heavenly path with the heart of a rising sun, eternally living for upholding dharma. Expressing his deep emotion, he kindly requests Kundi whether he could call her mother just once. He asks her not to torment herself in his thought. He brings back harshness in his voice and asks Kundi to leave. The winged creature flies away, flapping his wings. അപ്പം ഇതേപോലെ എന്താണ് അങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചതിന് ശേഷം എന്താ ധർമ്മത്തിന് ഇതായിട്ട് നിന്ന് കഴിഞ്ഞാൽ സാൽവേഷൻ കിട്ടും എന്നുള്ളൊരു നിലയിൽ കർണൻ യുദ്ധത്തിന് ഇറങ്ങുന്നു. ആൻഡ് അങ്ങനെ ആയിട്ട് അവസാനം അമ്മയടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരു തവണ അമ്മ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. ആൻഡ് പിന്നീട് പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, ആൻഡ് ഓൾസോ നിങ്ങളും ഇതൊന്നും ഓർക്കണ്ട, ഇനി എന്നെ കാണാനും വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് വീണ്ടും ഒരു ഹാർഷ്നെസ് വരികയാണ്, ആ വോയിസിൽ ഹാർഷ്നെസ് വരുന്നു. ആൻഡ് ദ വിങ്ഡ് ക്രീച്ചർ ഇപ്പം വീണ്ടും ചിറകടിച്ച് പറന്ന് പോവുകയാണ്. ഓക്കെ, ഇനി വീണ്ടും നമ്മളുടെ അപ്പം ടിയർ ഫിൽഡ് ആയിട്ടുള്ള കുന്തീനെ, ടിയർ ഫിൽഡ് ഐസ് ആയിട്ട് നിൽക്കുന്ന കുന്തീനെ നമുക്ക് ഇനി കാണാം. കോട്ടൺ വീണ്ടും റെഡ് ആവുന്നു. നേരത്തെ റെഡ് അല്ലായിരുന്നോ? നേരത്തെ എന്ത് കളറായിരുന്നു? നേരത്തെ റെഡ് ആയിരുന്നല്ലോ. അല്ല, നേരത്തെ അല്ല, സ്റ്റേജിൽ മറ്റേ കോമ്പറ്റീഷൻ നടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കേട്ടൺ മാറി. ഓക്കെ, ഇപ്പൊ വീണ്ടും കേട്ടൺ റെഡ് ആയിട്ടുണ്ട്. കുന്തി ഇമോഷണലി ടോൺ ആൻഡ് ബിഗിൻസ് ടു അട്ടർ something as if it is her last wish. She wishes the last rites should be performed for her firstborn along with the ancestors. She is conflicted as to if there are person opposing to doing the rites for karna. To them she declares karna. ഇപ്പോൾ എന്താണ്, ഇനി കർണന് വേണ്ടിയിട്ടുള്ള അവസാന ക്രിയകളൊക്കെ ചെയ്യണം എന്ന് കുന്തി പറയുന്നു. ഇനി ആരെങ്കിലും ഇതിനെതിരെ നിൽക്കുന്നെങ്കിൽ എന്താ പറയുന്നുണ്ട്, അടുത്തെല്ലാം ചെയ്യും അല്ല, കർണൻ അവളുടെ ആദ്യത്തെ പുത്രനാണ് എന്ന് പറയുന്ന accept ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് what happens is that Karna was her first born son, and that they killed one of their own. Kundi hears a sound of bird, വീണ്ടും ബേർഡിന്റെ ശബ്ദം കേൾക്കുന്നു, winds flapping, and she declares the truth in front of the society she feared until now. അവസാനം പറയുകയാണ്, now the victorious have become defeated, saddened over the demise of one of their own. Kundi realizes that the life on earth is over and it is time to move on. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുന്തി മനസ്സിലായി, ഇനി എന്താ ജീവിച്ച് തീരാറായി എന്ന് പറഞ്ഞിട്ട് ഇനി പോവുകയാണ്. ലൈക്ക് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയൻ ഹിൽസിലേക്ക് പോവുക. കുന്തി റിയലൈസസ് ആൻഡ് ഷീ ഹിയേഴ്സ് ദ സൗണ്ട് ഓഫ് ദ ബേർഡ് ഇൻ ഡിസ്റ്റന്റ് ഹിമാലയൻ ഹിൽസ്. അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. ആരുടെ കൂടെ? ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും കൂടെ ഹിമാലയത്തിലേക്ക് പോവുകയാണ്. She follows the sound of the bird that had always given her hope. She hopes that it has the fire she has always carved in its neck. She had accepted the boon in the womb from Surya, Vayu, Indra, and now she desires for the fire to consume her. യമനിലെ മോനുണ്ട് കേട്ടോ, അത് ഇവിടെ പറയുന്നില്ല. ഓക്കെ, she leaves her home to lose the burden of her guilt. സോ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇനി നമ്മളുടെ കുന്തി എങ്ങോട്ട് പോവുകയാണ്? ഹിമാലയൻ മലകളിലേക്ക്. ആരുടെ കൂടെ? ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും കൂടെ പോവുക. എങ്ങോട്ടാണ്? ഓൾസോ ഈ ഇങ്ങോട്ടാണ് ആരും പോയത്? നമ്മളുടെ ബേർഡും പോയത്. സോ അങ്ങോട്ടേക്ക് തന്നെ കുന്തിയും പോവുക. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഇനി കുന്തി ഹിയേഴ്സ്, അപ്പം കുന്തി ഇങ്ങനെ പോകാനായിട്ട് പോകുമ്പോഴത്തേക്കും മക്കള് 4 പേരും കൂടെ പുറകെ നിന്ന് വിളിക്കുന്നുണ്ട്. 4 അല്ല 5 പേരുണ്ടോ എന്തോ, അതോ 3 പേരേ ഉള്ളൂ എന്ന് അറിയാൻ വയ്യ. എന്തായാലും അവർ നിന്ന് വിളിക്കുന്നുണ്ട്. ഷീ അണ്ടർസ്റ്റാൻഡ്സ് ഹർ ഡെസ്റ്റിനി. ഷീ റിക്വസ്റ്റ് ഹർ ഫാമിലി ആൻഡ് റിലേഷൻസ് ടു കീപ്പ് എ ഡിസ്റ്റൻസ് ഫ്രം ഹർ. അവളിൽ നിന്ന് മാറി നിൽക്കാൻ പറയുകയാണ്. ഷീ നൗ വോണ്ട്സ് ഫ്രീഡം ഫ്രം ദ ചെയിൻസ് ദാറ്റ് ബൗണ്ട് ഹർ. ഇത്രയും നാൾ അവളെ പിടിച്ചു വെച്ചിരുന്ന ചെയിൻസിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒരു ഫ്രീഡം വേണമെന്ന് പറഞ്ഞിട്ട് കുന്തി പോവുകയാണ്. ആൻഡ് ഷീ ഗോസ് ടു മീറ്റ് ഹർ ഫസ്റ്റ് ലവർ ഹു കൺസ്യൂംഡ് ഹർ ആൻഡ് ടു ഗെറ്റ് ഡിസ്ട്രോയിഡ് ഇൻ ഹിസ് ഹാംസ്. അപ്പം അത് ഒരു റീസൺ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആരാ? സൂര്യൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. അവളുടെ ഫസ്റ്റ് ലവറാണ്. സോ അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. ആൻഡ് സൂര്യൻ്റെ കയ്യിൽ തന്നെ കിടന്ന് മരിക്കണം, അതായത് അഗ്നിയിൽ അർപ്പിക്കണം എന്നുള്ളൊരിതിലാണ് പോകുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ചിറക് അടിച്ചുകൊണ്ട് ബേർഡ് പോകുന്നത് ഈ വനത്തിലേക്കാണ്. സോ
അങ്ങോട്ടേക്ക് പോകണം. പിന്നെ മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മളുടെ ധൃതരാഷ്ട്രം ഗാന്ധാരിയും പോകുന്നത് വനത്തിലോട്ടാണ്. സോ അവരെ അക്കമ്പനി ചെയ്യാം. അങ്ങനത്തെ ഉള്ള 3 കാര്യങ്ങളുണ്ട്. ഓക്കെ. ഷീ വിസ്പേഴ്സ് ആൻഡ് അഡ്യൂ ടു ഹർ ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രനും എന്താ ഡോട്ടർ ഇൻ ലോസിനും ഒക്കെ ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് നമ്മളുടെ കുന്തി പോകുന്നത്. ആൻഡ് അവൾ അങ്ങനെ കുറച്ച് ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും വീണ്ടും ഇവരെല്ലാവരും ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പം ലൈക്ക് എന്തോ അവൾ പറയുന്നുണ്ട്, ഇത്രയും പാടാണോ, ലൈക്ക് ഷീ സ്റ്റോപ്സ് അബ്രപ്റ്റ്ലി വെൻ ഷീ റിയലൈസസ് ദാറ്റ് ഫാമിലി ലിങ്കേജസ് ആർ സോ സ്ട്രോങ്. ദെൻ ഷീ ഹിയേഴ്സ് ദ സൗണ്ട് ഓഫ് ദ വിങ്സ് ഫ്ലാപ്പിംഗ്. അപ്പം അവൾ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്കും വീണ്ടും ഈ വിങ്സ് ഫ്ലാപ്പ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. സോ വീണ്ടും ഷീ ഡിസൈഡ്സ് ടു മൂവ് ഫോർവേഡ്. ഷീ സീസ് എ സ്ട്രേഞ്ച് ഫിഗർ ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ദ ഡിസ്റ്റന്റ് ഹിമാലയാസ്. ഷീ ഡൗട്ട്ഫുള്ളി ആസ്ക് വെദർ ഷീ ഈസ് ഹിയറിംഗ് ദ വിൻഡ് ഫ്ലാപ്പിംഗ് സൗണ്ട് ഓഫ് ദ ഗോഡ് ഓഫ് ഫയർ. When she looks at the distance, she sees 2 figures, both guided by darkness, leading way for one another. She finds that her place is with them. മേ ബി ഇത് രണ്ടും കാണിക്കുന്നത്, ഈ രണ്ട് ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ആരാ, സൂര്യഭഗവാന്റെയും ചിലപ്പോൾ കർണനും ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇങ്ങനെ ഒരു 2 ഡിസ്റ്റന്റ് ഫിഗേഴ്സ് അവൾ കാണുന്നുണ്ട്. സോ ഷീ ഈസ് ഗോയിങ് വിത്ത് ദം. She finds that her place is with them. She broke the chain of her maternal bonds and tries to consummate her life in fire. In the forest, the fire shines like a thirsty man consuming everything in its path. After the Kurukshetra war, Kundi moved to the near forest with her brother-in-law Vidura and Dhritarashtra and sister-in-law Gandhari, where all 4 of them later perished in a forest fire, attaining heaven. സോ ഇതാണ് നമ്മളുടെ കഥ. അവസാനം കുന്തി ദേവി എന്താ ഫോറസ്റ്റ് ഫയറിൽ മരിക്കുന്നു. ഇനി വിങ്സ് ഫ്ലാപ്പിംഗ് സംവെയർ എന്ന് പറയുന്ന ഒരു സിംബോളിക് പ്ലേ ആണ്. ലൈക്ക് ദ ചിർപ്പിംഗ് സൗണ്ട് ഓഫ് എ ബേർഡ് ആൻഡ് ദ വിങ്സ് ഫ്ലാപ്പിംഗ് ഈസ് ആൻ ഇൻഡിക്കേറ്റീവ് ഓഫ് കർണ ആൻഡ് കുന്തീസ് മെന്റൽ ആങ്ക്വിഷ് നമുക്ക് കാണാൻ പറ്റും. ഒരു ഹെൽപ്ലെസ് മദറിന്റെ ടോർമെന്റഡ് മദറിന്റെ എന്താ ഹെൽപ്ലെസ്നെസ് നമുക്ക് കാണാൻ പറ്റും. ഹൂ ഹാഡ് ടു അബാൻഡൻ ഹർ ചൈൽഡ് and she has to suffer the consequences when she concealed the truth. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഷീ റിവീൽസ് ദ ഹോൾ വേൾഡ്. അവൾ അത്രയും നാൾ മറച്ചു വെച്ചിരുന്ന കാര്യം ഹോൾ വേൾഡിനോട് അവൾ പറയുകയാണ്. വിച്ച് റിസൾട്ട്സ് ഇൻ ലൂസിങ് ഹർ ഡിഗ്നിറ്റി. വിച്ച് റിസൾട്ട്സ് എന്നല്ല, ലൈക്ക് ഷീ ഹൈഡഡ് ഇറ്റ് ബിക്കോസ് ഷീ ഫിയർ ദാറ്റ് ഇറ്റ് വുഡ് ലൂസ് ഹർ ഡിഗ്നിറ്റി. പിന്നെന്താണ്, ഷീ റിമെമ്പേഴ്സ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ലെഡ് ടു abandonment of Karna. And in each instances she heard the sound of wings flapping. At the end of the play, with her duties all done, she leaves into the deep forest of Himalayas to be consumed by the fire that awaken her passion and desire. നല്ലൊരു സാധനം കേട്ടോ. അനലൈസ് ദ പ്ലേ ഫ്രം എ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അത് തന്നെയാണ് ഈ പ്ലേയിൽ ത്രൂ ഔട്ട് എന്താ കുന്തിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് കഥ പറയുന്നത്. ഇനി ക്യാരക്ടറൈസേഷൻ ഇൻ വിങ്സ് ഫ്ലാപ്പിംഗ് ഇൻ സംവെയർ, നമുക്ക് എന്താ സിംബോളിക് ആയിട്ടുള്ള സാധനം നമുക്ക് എഴുതാം. ഒരു സിംബോളിക് പ്ലേ ആണ്, അല്ലെങ്കിൽ ആ മീനിങ് തന്നെ ഭയങ്കര സിംബോളിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. കമൻറ്റ് ഓൺ ദി തിയേറ്റർ ടെക്നിക്സ് നമ്മൾ എന്താണ്, ഫസ്റ്റ് ആക്ട്രസ് വരുന്നു, പിന്നെ കേർട്ടൻ പിടിച്ച് പൊക്കാനായിട്ട് 3 പേരുണ്ട്, പിന്നെ ആക്ട്രസ് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇൻവോക്ക് ചെയ്യുന്നുണ്ട് ഗോഡസിനെയൊക്കെ, ഐ മീൻ ലൈക്ക് ഗോഡിനെയൊക്കെ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. ആക്ട്രസിൻ്റെ കഥ പറയുന്നുണ്ട്. അതുവഴി എന്താണ് വിമൻ്റെ സൊസൈറ്റിയൽ സാധനങ്ങളെ കുറിച്ചിട്ട്, സൊസൈറ്റിയിൽ വിമൻ അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഡ്രീംസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നിൽക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അവസാനം എങ്ങനെയാണോ അഗ്നിയിൽ അർപ്പിക്കുന്നത്, അവളുടെ പാഷൻസും ഡിസയറും എല്ലാം വിട്ടിട്ട് അഗ്നിയിൽ അർപ്പിക്കുന്നത് എന്ന് പറയുന്നു. ആ സാധനങ്ങളൊക്കെ എഴുതാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ വെച്ചിട്ട് നമുക്ക് കുന്തിയുടെ കാര്യങ്ങളും വേണമെങ്കിൽ എഴുതാം. ഓക്കെ, പിന്നെന്താ, ക്യാരക്ടർ സ്കെച്ച് ഓഫ് കുന്തി. പിന്നെ വേണമെങ്കിൽ കർണ അല്ലല്ലോ, കർണ ചോദിക്കുമെന്ന് തോന്നുന്നില്ല. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ കഥ.